തനിച്ച് താമസിച്ചിരുന്ന ഒരു അന്ധനായ വൃദ്ധൻ ഒരു ദിവസം തൻ്റെ മകനെ ഫോണിൽ വിളിച്ച് തനിക്കൊരു ടെലിവിഷനും ഒരു സൈക്കിളും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. മകൻ ചോദിച്ചു, അച്ഛന് കണ്ണ് കാണില്ലല്ലോ, പിന്നെന്തിനാണ് ടെലിവിഷൻ? അതുപോലെ ഈ പ്രായത്തിൽ സൈക്കിൾ കയറാൻ പോവുകയാണോ? അച്ഛൻ പറഞ്ഞു, നീ അത് വാങ്ങിക്കൊണ്ടുവരിക, മറ്റൊന്നും ഇപ്പോൾ എനിക്ക് ആവശ്യമില്ല. പിതാവിനോടുള്ള സ്നേഹം കാരണം മകൻ അത് വാങ്ങിക്കൊടുത്തു. പക്ഷെ നാട്ടുകാരെല്ലാം പറഞ്ഞു, ഇവൻ എന്തിനാണ് ഈ വയസ്സിന് ടെലിവിഷനും സൈക്കിളും വാങ്ങിക്കൊടുക്കുന്നത് എന്ന്. പക്ഷെ അപ്പോൾ മുതൽ TV കാണുവാനും സൈക്കിൾ ചവിട്ടുവാനുമായി അയലത്തുള്ള കുട്ടികളും അവരോടൊപ്പം സ്ത്രീകളും അവിടെ വന്നുകൂടുവാൻ തുടങ്ങി. ചിലർ അയാളോട് കൂട്ടുകൂടുവാനും വർത്തമാനം പറയുവാനും തുടങ്ങി. ഏകാന്തമായിരുന്ന ആ ഭവനം ഒരു ഉത്സവ പ്രതീതിയിലായി. ആ മകൻ അത് വാങ്ങിക്കൊടുത്തത് എല്ലാവരും തെറ്റിദ്ധരിച്ചുവെങ്കിലും ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ അവസരം ഒരുക്കുകയായിരുന്നു ആ വൃദ്ധൻ ചെയ്തത്. മനുഷ്യർക്ക് ആവശ്യം സുഖസൗകര്യങ്ങളല്ല, സന്തോഷവും സമാധാനവും കൂട്ടായ്മയുമാണ്. സമ്പത്തും സുഖസൗകര്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാമായി എന്ന് കരുതുന്നവരാണ് അനേകരും. പക്ഷേ പലർക്കും വേണ്ടത് അതൊന്നുമല്ല, ബന്ധങ്ങളാണ്. ബന്ധങ്ങളിലാണ് ജീവിതം കരുപിടിക്കുന്നതും തഴച്ചു വളരുന്നതും. ആ യാഥാർത്ഥ്യം ഗ്രഹിക്കാതെയാണ് അനേകരും ബന്ധങ്ങളെ തകർത്ത് കളയുന്നത്. പക്ഷെ ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് ചില ക്രമീകരണങ്ങൾ ഉണ്ടാവണം. സമ്പത്ത് സൂക്ഷിച്ചു വെച്ച് ഏകാന്തരായി ജീവിക്കുന്നവർക്ക് ഈ സമ്പത്ത് ഉപയോഗിക്കാൻ പോലും ആരും കൂട്ടു നിൽക്കുകയില്ല. നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുമ്പോൾ അവർ നമുക്കും അനുഗ്രഹമായി തീരും. അങ്ങനെ ജീവിക്കുവാൻ നമുക്കും സാധ്യമാവട്ടെ. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീകവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നുവെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു.